ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായിട്ട് വന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ രാവിലത്തെ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ അപ്പച്ചട്ടിയിൽ ഒഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഏട്ടൻ പോണ തിരക്കിലായതുകൊണ്ട് അപ്പച്ചട്ടിയിൽ ആക്കി ചുറ്റിച്ച് എടുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് നമ്മൾ ഓട്ടട ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് കൊണ്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ദോശ ചട്ടിയിലാവുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പരന്നിട്ട് കിട്ടും. അപ്പച്ചട്ടിയിലാവുമ്പോൾ കുറച്ചിങ്ങനെ അപ്പത്തിൻ്റെ രൂപത്തിൽ കിട്ടും, അത്രയേ ഉള്ളൂ. വ്യത്യാസവും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഏട്ടനെ കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവിടെ ചിട്ടിക്കുട്ടിക്ക് സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവൾക്കും കഴിക്കാനുണ്ടാക്കി. അങ്ങനെ ഇന്നലെ തലേദിവസം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കറി അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും ഇതൊക്കെ എടുത്തിട്ട് വരുന്ന കൂട്ടത്തിൽ കറി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കായ്ച്ചാറുണ്ടല്ലോ, അതിപ്പോൾ പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ കറികളൊന്നും വെച്ചില്ല. അപ്പവും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായ്ച്ചാറുമാണ് കേട്ടോ. അതും കൂട്ടി കഴിച്ച് അച്ഛനും മകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചാരുമോൾ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരമാണ് വരുന്നത്. ഞങ്ങളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ഇവിടെ ഇല്ല. അവൾക്ക് നാളെ മുതലാണ് പരീക്ഷ. ഇനിയിപ്പോൾ നാളെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ചാരുമോൾ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ചെട്ടിക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. അവൾക്ക് ഇന്ന് എക്സാമാണ്. അപ്പോൾ അവളൊക്കെ പോയതിന് ശേഷം ഞാൻ ഒരു 9 മണിയാകുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടു. അടിച്ച് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എടുക്കണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരുന്നതാണ് കേട്ടോ, മടിച്ച്. അപ്പോൾ രാവിലെ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തു. പിന്നെ അങ്ങോട്ട് ഒരു മടി പിടിച്ചു, എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മടിച്ച് ഇരുന്നപ്പോൾ അങ്ങനെ വീട് വൃത്തിയാക്കണ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ അതവിടെ നമ്മൾ പുളി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പുളിയൊക്കെ നേരെയാക്കാനായിട്ട് ഇരുന്നിരിക്കുകയാണ്, തൊണ്ട് കളയാനായിട്ട്. കുറച്ച് പുളി അങ്ങനെ കുറേ ദിവസമായിട്ട് അവിടെ കൂട്ടി വെച്ചിട്ട് നമ്മൾ അന്ന് പുളി മരത്തിൽ നിന്ന് കുലുക്കി എടുത്തതാണ്. അപ്പോൾ കുറേ ദിവസമായി അതവിടെ ഇരിക്കാനായിട്ട് ഇരുന്നത് ഇങ്ങനെ പുളി ഇങ്ങനെ കളറ് മാറാൻ തുടങ്ങി. അതായത് കറുപ്പ് കളറാവുമല്ലോ ഇരിക്കുമ്പോൾ, അതങ്ങനെ ചെറുതായിട്ട് കളറ് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പുളിയൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കുള്ളതൊക്കെ തല്ലി വൃത്തിയാക്കി കുത്തി എടുത്ത് വെക്കണം. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പുളിയൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്ന പുളിയൊക്കെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പേർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുളി മരത്തിൽ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ റിപ്ലൈ ഒന്നും തരാതിരുന്നതാണ് കേട്ടോ. പുളി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ തരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പുളി തരേണ്ടി വരും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വിലയൊന്നും അല്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ കിലോയ്ക്ക് 150 രൂപയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ പുളി കൊടുക്കുന്നത്. പുളിക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ ഞാനിവിടെ 100 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജും കൂടെ ആകുമ്പോൾ ഒരുപാടാവില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വില കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, 100 രൂപയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നാട്ടിൽ എനിക്ക് കൊടുക്കുകയാണെങ്കിൽ 150 രൂപയൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ ഒരു കിലോയ്ക്ക്. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ പുറത്തുനിന്ന് അവർ നമുക്ക് 150 രൂപയ്ക്കേ തരുള്ളൂ. അതിപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് തരുമ്പോൾ എനിക്ക് ഒരു നഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്ലൈ ഒന്നും തരാതിരുന്നത്. ഇനിയിപ്പോൾ പുളിയൊന്നും അധികം ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ പറിക്കാനായിട്ട് പുളിമരത്തിലൊന്നും പുളിയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാം. എന്തായാലും കിട്ടാത്തവർ വിഷമിക്കണ്ട. കിട്ടാത്തവർ എന്നോട് ദേഷ്യമോ വിരോധമോ ഒന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്കുള്ളത് ഒരു 2-3 കിലോ കഷ്ടിച്ചേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ തികയോന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ ഉള്ളത് കുത്തി വയ്ക്കുകയാണ്, കുത്തി എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും പുളി തൊണ്ട് കളഞ്ഞതൊക്കെ ഞാനിതാ ഉമ്മറത്തെ ടേബിളിൽ അങ്ങോട്ട് വിടർത്തിയിട്ടിട്ടുണ്ട്, അതായത് നിരത്തി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തുണി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാനിതപ്പോൾ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം ഒരു 5:30-ക്ക് ശേഷമാണ് കേട്ടോ. വീഡിയോ പിന്നെ എടുക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ കാര്യം, ഒരു മടി, വീഡിയോ എടുക്കാനുള്ള ഒരു മടിയാണ്.
അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല എന്ന് കേട്ടോ. പിന്നെ പോരാത്തതിന് ഇന്നലെ ഇട്ടാനുള്ള വീഡിയോ തന്നെ ഇങ്ങനെ അപ്ലോഡായി കിട്ടാണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും. അപ്പോൾ പിന്നെ എന്തായാലും ഉള്ള വെറുതെ വീഡിയോ എടുത്ത് ഫോണിൽ അങ്ങോട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇന്ന്. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വന്നതാണ് കേട്ടോ. അതാണ് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ എന്തായാലും ഇതാ ഞാനൊരു 5:30 ആയപ്പോൾ അടുപ്പിൻ്റെ അവിടെ വന്ന് ചാരമൊക്കെ വാരി അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് അടിച്ച് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അടുപ്പിൽ തീയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മളിതാ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ചോറ് ഉണ്ണാനായിട്ട് ഒരു കൊതി തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണിയൊക്കെ ആയിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ ആയിരുന്നു. വൈകുന്നേരവും കഴിച്ച് ഉച്ചയ്ക്കും കഴിച്ച്. പിന്നെ ഇന്ന് രാവിലെ പലഹാരവും ഉണ്ടാക്കി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാനും ചിട്ടിയും അല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പോഴും അവൾക്കാണെങ്കിൽ പലഹാരം ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയില്ല. ഞാനും അപ്പം തന്നെയാണ് ഉച്ചയ്ക്കും കഴിച്ചത്. അപ്പോൾ 2 ദിവസമായിട്ട് ചോറ് കഴിക്കാത്തതുകൊണ്ട് ഒരു ചോറുണ്ണാനായിട്ട് ഒരു കൊതിയിട്ടാണ്. നമ്മൾ ചോറുണ്ട് ശീലിച്ചവർ ഒരു ദിവസം പോലും ചോറ് ഒരു നേരമെങ്കിലും കഴിക്കാതിരിക്കില്ല. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടിട്ട് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ വൈകുന്നേരം ഒന്നിപ്പോൾ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ അടുപ്പത്ത് അരിയൊക്കെ ഇടാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിതിപ്പോൾ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് അടുപ്പിൻ്റെ ചുവട്ടിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നാത്തു അവിടെ പ്രസവത്തിന് പോകുന്ന സമയത്ത് പൂ നിറയെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതിങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. കുറച്ച് ചെട്ടിക്കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ വെച്ച് കൊടുത്തു. ബാക്കിയുള്ളത് ഞാനിതാ വൈകുന്നേരം ആയപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് വെറുതെ അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. വെറുതെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുടിയിൽ വെച്ചതാണ്. അങ്ങനെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ പാത്രങ്ങൾ കുറച്ച് കഴുകാനായിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പലഹാരം ഉണ്ടാക്കിയതിൻ്റെ മാവിൻ്റെ പാത്രങ്ങളും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ആക്കണം. അപ്പോൾ നമുക്ക് 2 ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് അത് ഇത്ര നേരം ആയിട്ടും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ദിവസം നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ എന്തായാലും വീഡിയോ ഉണ്ടാവും. നാളെ ഉണ്ടാവും, മറ്റന്നാളെയും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് കേട്ടോ. പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ഒരു നെറ്റിൻ്റെ ഒരു ഇത് കാരണം എപ്പോൾ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് അങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ അനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇടാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് ഇതുപോലെ മടി പിടിക്കും. ചിലപ്പോൾ ക്ലാസ്സിന് പോണതും കുറച്ച് എഴുതാനും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു തിരക്കായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും നാളെ മുതൽ ചിലപ്പോൾ പണിയും തുടങ്ങുന്നുണ്ട് കേട്ടോ. തൊഴിലുറപ്പിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു തിരക്ക് എല്ലാം കൂടെ ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പറ്റണ പോലെയൊക്കെ നമ്മൾ എന്തായാലും വീഡിയോ ഇടാണ്ടിരിക്കുകയൊന്നുമില്ല, നിർത്തുകയൊന്നുമില്ല. എന്തായാലും സമയം കിട്ടുന്ന പോലെയൊക്കെ കുറേശ്ശെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് ഇടണം. അപ്പോൾ എന്തായാലും പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ചാരുമോളില്ലാത്തതുകൊണ്ട് അതിൻ്റെ പണിയൊക്കെ എനിക്കാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം കഴിഞ്ഞാൽ വരും. അപ്പോൾ ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് കോരി. അപ്പോൾ രാവിലെ അടിയും തുടയൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ അധികം അങ്ങോട്ട് പൊടിയൊന്നുമില്ല. എന്നാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അടിച്ച് കോരിയില്ലെങ്കിൽ എന്താ പറയുക, വൈകുന്നേരം വിളക്ക് കത്തിക്കേണ്ടതല്ലേ. അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ച് കോരി. പിന്നെ രാവിലെ ഉണങ്ങാനിട്ടുണ്ടായിരുന്നില്ലേ പൂളി, അതൊക്കെ ഒന്ന് വാരി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം ഒന്ന് ഒക്കെ കുരുകുത്തി തല്ലി വൃത്തിയാക്കി എടുത്ത് വെക്കണം. അങ്ങനെ പുളിയൊക്കെ വാരി അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ കേട്ടോ. കവറിൽ തന്നെ ഇട്ടിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പറ്റിയാലെന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി തല്ലി കുരുവൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പുളിയൊക്കെ എടുത്ത് ഇങ്ങനെ വാരി വെക്കണതിൻ്റെ കൂട്ടത്തിൽ ഫോണൊന്നും ഇളകിയപ്പോൾ അങ്ങനെ താഴെ വീണിട്ടുണ്ടായിരുന്നു. താഴെ വീഴുകയല്ല, ആ ടേബിളിൻ്റെ പുറകിൽ തന്നെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറയിൽ നോക്കി ഒന്ന് ചിരിച്ചതാണ്. നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവില്ലേ എൻ്റെ മുഖം കണ്ടിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ അലക്കിയിട്ട തുണികളെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്.
അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആങ്ങളെ ചാരുവിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ മകളും ഉണ്ടായിരുന്നു കൂടെ. അവൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം നാത്തൂനും കുട്ടിയൊക്കെ അവൻ്റെ വീട്ടിലേക്ക് പോയത് കൊണ്ട് തന്നെ വീടൊക്കെ അങ്ങനെ ആകെ ഉറങ്ങിക്കിടക്കുകയാണ്. കാരണം ഏട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു എന്താ പറയുക, ആരും ഇല്ലാത്തത് കൊണ്ടൊരു സങ്കടം. അപ്പോൾ ചേച്ചീൻ്റെ മകൾ കോളേജ് വിട്ടിട്ട് ആങ്ങളെ അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ആങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ചാരു വരുമ്പോൾ തന്നെ അമ്മായിൻ്റെ വീട്ടിൽ പോയി അമ്മായിനെയും ഉണ്ണിനെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി വരുമ്പോൾ കരയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആങ്ങളെ കുറച്ച് നേരം നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയി. പിന്നെ അവൻ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സാമ്പാറൊക്കെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ സാമ്പാർ ഉണ്ടാക്കിയത് അങ്ങനെയുണ്ട്. അപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് കഴിക്കാനും ആളില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് ചൂടാക്കി വെക്കുകയാണ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന കാറ്റാലി പോ നീറൻ മൊഴി തേടുന്നൊരിൻ പാതയിൽ ആശിച്ചു നീ തോരാമഴ. അപ്പോൾ പരീക്ഷാ സമയത്ത് കണ്ടില്ല ഒരാളുടെ അഭ്യാസം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ട്രൈപോഡൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ മേലെ നോട്ട്ബുക്കൊക്കെ വെച്ച് നമ്മൾ പാട്ടൊക്കെ പാടണ പോലെ അങ്ങനെ പാടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവളുടെ പാട്ട് കച്ചേരിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാ ഏട്ടൻ വലയിടാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ വന്നത് കൊണ്ട് തന്നെ വന്നതും വള്ളവും വലയൊക്കെ ആയിട്ട് ആൾ പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഇതാ ഒരു 3-4 കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കരിമീനാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ ഒന്ന് വലയിൽ നിന്ന് എടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ വൈകുന്നേരം പിന്നെ ഉപ്പേരി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് സാമ്പാർ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കറി വെക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ചീര ഉണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് ചീര ഉപ്പേരി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചീരയും കൂടെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് ആവി കയറ്റി വേവിക്കുക. അവസാനമായിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചീര ഉപ്പേരിയും റെഡിയാവും. അവസാനം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു മണത്തിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചീര ഉപ്പേരിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ കൊണ്ടുവന്ന മീനൊക്കെ നന്നാക്കി തരാമെന്നും പറഞ്ഞിട്ട് ആൾ അവിടെ നേരെയാക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നേരെയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഉപ്പും മുളകൊക്കെ പുരട്ടിയിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറും ചീര ഉപ്പേരിയും മീൻ വറുത്തതുമാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട്. അങ്ങനെ ഉപ്പേരിയൊക്കെ ആയ ശേഷം ഞാനിതാ മീനൊക്കെ വറുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കരിമീൻ വറുത്തതും ചീരപ്പേരിയും സാമ്പാറുമാണ് ഇന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.